ഹായ് ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് സ്ക്വയറിൻ്റെ ഒരു സെൻറ്റർ പോർഷന്, പിന്നെ അതിൻ്റെ ചുറ്റുള്ളൊരു ഭാഗം. ഇനി നമ്മളിന്ന് വൈറ്റ് പോർഷനാണ് ചെയ്യണത്. അതിന് നമ്മൾ നമ്മുടെ വൈറ്റ് യാണിനെ ഈ രണ്ട് പെറ്റലിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാവും, ബിഗ് സ്പേസ്, അതിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതേ സെയിം ഹോളിൽ തന്നെ, അതായത് പെറ്റലിൻ്റെ സൈഡിലുള്ള ആ ഹോളിൽ നമ്മൾ 4 ചെയിൻ സ്റ്റിച്ചിട്ട ഹോൾ, അതിൽ കൂടെ തന്നെ 2 ട്രിപ്പിൾ ക്രോഷറ്റും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ചും, പിന്നെ നെക്സ്റ്റ് ഹോൾ ഉണ്ടാവും 2 പെറ്റലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ. നെക്സ്റ്റ് ഹോളിൽ പിന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷറ്റാണ് ഉണ്ടാക്കണേ. അത് കഴിഞ്ഞിട്ടും നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. പിന്നെ നെക്സ്റ്റ് ഹോളിൽ, അതായത് ഇപ്പോൾ കാണുന്ന പോലെ നമ്മൾ പിന്നെയും ഡബിൾ ക്രോഷറ്റും 3 പ്രാവശ്യം ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ ഫ്ലാറ്റായിട്ടുള്ള ഭാഗം കാണുക. അതായത് നമ്മളിതിൻ്റെ ചുറ്റും നമ്മൾ സ്ക്വയറാണ് ഉണ്ടാക്കാൻ പോണേ. ഇപ്പം നമ്മൾ ആ ഫ്ലാറ്റായിട്ടുള്ള ഭാഗമാണ് ഈ 2 ഡബിൾ ക്രോഷറ്റ് കൊണ്ട് ഉദ്ദേശിക്കണേ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണത് ഇതിൻ്റെ കോർണറാണ്. അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഹോളിലോട്ട് നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഇട്ടില്ലേ 2 ഡബിൾ ക്രോഷറ്റ്, അത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗം. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കോർണർ. അപ്പോൾ കോർണറിനാകുമ്പോൾ നമുക്ക് എന്താ കുറച്ചും കൂടെ ഒന്ന് വിട്ട് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ട്രിപ്പിൾ ക്രോഷറ്റ് ഇപ്പോൾ യൂസ് ചെയ്യണത്. ഇനിയിപ്പോൾ ഈ 3 ട്രിപ്പിൾ ക്രോഷറ്റ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഒരു 3 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആ 3 ചെയിൻ സ്റ്റിച്ച് എന്തിനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കോർണറിൽ അത് കറക്റ്റായിട്ട് സ്ട്രെച്ചായിട്ട് നമ്മൾ ഫ്ലാറ്റ് സർഫസിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 3 ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യണത്. ഇപ്പം ഞാൻ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനി പിന്നെയും നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ആ ഭാഗം എൻ്റെ അടുത്ത് നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ സ്പീഡിലാണ് കാണിച്ചത്. അതിന് കാരണം നിങ്ങൾക്ക് ഇത് പഠിക്കേണ്ട എന്നുള്ളതല്ല, പക്ഷേ ഞാനിത് ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ട്രിപ്പിൾ ക്രോഷറ്റും ഡബിൾ ക്രോഷറ്റും ഒക്കെ നമ്മൾ പഠിച്ച തന്നെയാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ തന്നിട്ട് ചെയ്യുക കേട്ടോ. ഇത്രയും ഒരു ടൈം ഗ്യാപ്പിൽ എനിക്ക് ഇത്രയേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ സെയിം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 3 ഡബിൾ ക്രോഷറ്റ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും നമ്മൾ ഇടേണ്ട ചെയിൻ സ്റ്റിച്ച് നിങ്ങൾ മറന്നു പോകാതെ ശ്രദ്ധിക്കുക. അതാണ് നമ്മളെ സ്ട്രെച്ച് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യണത്. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ പിന്നെയും 3 ട്രിപ്പിൾ ക്രോഷറ്റ് ഇട്ടതിന് ശേഷം 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ഗ്രാനി സ്ക്വയർ സെറ്റായിട്ടുണ്ട് ഗൈസ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. എല്ലാവരും ഗ്രാനി സ്ക്വയർ ഫുള്ളാക്കുക. എല്ലാവരും ഓടി വന്നിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ബൈ.